ലളിതാംബിക മൂകാംബിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ലെഫ്റ്റൽ കേണൽ, അതായത് പടനായിക എന്ന് പറയും. അമ്മ പറയുന്നത് ഈ ദൈവികക്കുള്ളൂ. അപ്പോൾ ഈ സപ്തമാതുക്കളിൽ 5ാം സ്ഥാനമായത് പഞ്ചമുഖി എന്നൊരു പേര്, പഞ്ചമി എന്ന് പേരുണ്ട്. അതിൻ്റെ മൂലമന്ത്രമുണ്ട് ഐം ഗൗരി, ഐം പരമേശ്വരി, ഐ സ്വാഹ. ഈ മന്ത്രം 108 പ്രാവശ്യം ജപിച്ചിട്ട് പിന്നെ വാരാഹി അമ്മയെ, അപ്പോൾ ഒരു ഗുരു ഇയാളെ മുന്നിൽ വരും. ഗുരുവിനെ തേടി നടക്കേണ്ട ആവശ്യം വരും. ലക്ഷങ്ങൾ കിട്ടാൻ, നമ്മൾക്ക് കോടികൾ സമ്പാദിക്കും, ഈ ഒരു മൈൻഡോട് കൂടിയിട്ടാവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ കാണാം. ഒരു സമയത്ത് നമ്മൾ മേലിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ എല്ലാ വൃത്തിക്കും കാണാം. അതെ, അത് ഒരു പ്രത്യേകത തന്നെയാണ്. അത് പ്രകൃതിയായിട്ടില്ല, ഇതാണ് സംഗതി. അപ്പോൾ ആ ഒരു വിഷയം കൊണ്ടാണ് ഇങ്ങനെ പകല് പാടില്ല. കാരണം പകലിന് പ്രത്യേകിച്ചാൽ പകലിന് ഇവർക്ക് വലിയ റെസ്റ്റാണ്. ആ സമയത്ത് ഇവർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. വരാഹി അമ്മ വാർത്താളി അബാക്കിലേക്ക് സ്വാഗതം. എന്താണ് വരാഹി, എന്താണ് വാർത്താളി? ഒരുപാട് രീതിയിൽ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് പല മീഡിയംസിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വരാഹി അമ്മയുടെ ജപം, വരാഹി മന്ത്രം, ഞാനിത് നിരന്തരം കുറച്ച് പേരായിട്ട് ഈ പറയുന്ന സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. എന്താണ് വരാഹി അമ്മ? വരാഹി അമ്മ സാധാരണപ്പെട്ടവരെ പ്രസാദിപ്പിക്കുവാൻ എളുപ്പമെന്ന് പറയുന്നുണ്ട്. അതും ശരിക്കും ഉപാസനയോട് കൂടിയാണോ ചെയ്യേണ്ടത്, അല്ലാതെയാണോ? ഒന്ന് വിവരിക്കാമോ? അതായത് ഈ വരാഹിയമ്മ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് വശപ്പെടുത്താം, കാര്യസാധ്യം ചെയ്യാം എന്നൊക്കെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ സത്യം തന്നെയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. പക്ഷേ പലരും അനുഭവിക്കുന്നൊരു വിഷയം എന്താ വെച്ചാൽ, ഈ വരാഹിയമ്മനെ ഉപാസന ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് വിട്ടുപോകും. വിട്ടുപോകുന്ന പറഞ്ഞാൽ ഇവരെ അനുഭവത്തിൽ കുറച്ച് നേരം നിന്നിട്ട് അമ്മ പിൻവലിയാണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് നേരം, അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളിൽ മാത്രമേ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, അല്ലെ ഒരു വർഷം, ഇത് അമ്മയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതിന് ഒരു പ്രധാന കാരണം ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല, ആർക്കറ്റ് അറിയില്ല. അതായത് ലളിതാംബിക മൂകാംബിയമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ലെഫ്റ്റൽ കേണൽ, അതായത് പടനായിക എന്ന് പറയും. അമ്മ പറയുന്നതേ ഈ ദൈവികക്കുള്ളൂ. അപ്പോൾ ഈ സപ്തമാതുക്കളിൽ 5ാം സ്ഥാനമായത് പഞ്ചമുഖി എന്നൊരു പേര്, പഞ്ചമി എന്ന് പേരുണ്ട്. 5, അതായത് മുഖമായിട്ട് പല രീതിയിൽ വാർത്താളി പല രീതിയിലുണ്ട്, സ്വപ്നവാരാഹി ഉണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. പക്ഷേ നമുക്ക് ആ വാരാഹി എന്ന് പറഞ്ഞാൽ ഉഗ്രമന്ത്രം ആയതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് ക്ഷിപ്രപ്രസാദം വരുന്നത്. അതായത് നമ്മളെ കാര്യസാധ്യം തീർച്ചയായിട്ടും അത് ഫലം കിട്ടും. പക്ഷെ അതിൻ്റെ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ നീളത്തിലുള്ള മന്ത്രമാണ്. അപ്പം വരാഹി വരാഹി എന്ന് പറഞ്ഞാലൊന്നും സംഗതി നടക്കൂല. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഈ അമ്മയെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ആദ്യം ഈ ലളിതാംബിക നമ്മൾ ആദ്യം ഉപാസന ചെയ്യണം. ഈ ലളിതാംബിക ഉപാസന ചെയ്തെങ്കിൽ മാത്രമേ ഈ അമ്മ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഇത് 1-2 കാര്യങ്ങളൊക്കെ നടന്നേക്കാം, അല്ലെ 4-5 കാര്യം നടന്നേക്കാം. പക്ഷേ ഈ ലളിതാംബികയോട് ചോദിക്കും ഈ അമ്മ, ഞാൻ ഇങ്ങനെ എന്നെ ഉപാസിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, 2-3 കാര്യം ചെയ്തു കൊടുത്തു, ഇനി എന്താ വേണ്ടത്, ഇനി അമ്മ അവിടെ നിൽക്കട്ടെ എന്ന് പറയും. അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ വലിക്കും. അതായത് പിന്നെ നമുക്ക് ആ രീതിയിൽ കിട്ടൂല. പലരും കുടുങ്ങി നിൽക്കുന്നൊരവസ്ഥ ഇതാ. കാരണം വെച്ചാൽ ഇനി എന്താ ചെയ്യേണ്ടത്, ഈ അമ്മനെ പഴയ മാതിരി കിട്ടുന്നില്ലല്ലോ. ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം ഇത് നമ്മളെ ഉയർത്തി കൊണ്ടുപോകുന്ന അതേമാതിരി നമ്മൾ താന്നു പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് താഴുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ എങ്ങനെ നശിച്ചു, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് വേണം, ഇതിൻ്റെ ഒരു ആളുണ്ട്, ഹെഡ്, അത് മൂകാംബി അമ്മയാണ്. ആ അമ്മയെ നമ്മൾ ആദ്യം, അതിൻ്റെ മൂലമന്ത്രമുണ്ട് ഐം ഗൗരി, ഐം പരമേശ്വരി, ഐ സ്വാഹ. ഈ മന്ത്രം 108 പ്രാവശ്യം ജപിച്ചിട്ട് പിന്നെ വാരാഹി അമ്മയെ 21 പ്രാവശ്യം ഇതിൻ്റെ കൂടെ ജപിച്ചാൽ 100% ഫലം. ആണോ? ഈ പറയുന്ന മന്ത്രം ഉപാസന ഇല്ലാതെ, ഗുരുദീക്ഷ ഇല്ലാതെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഉരുവിടാമോ? ഇത് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ മൂകാംബിയമ്മൻ്റെ ഉപാസനയിൽ നമുക്ക് ഒരാൾ ഇത് വേണ്ട. പക്ഷേ ഇതിൽ വിഷയം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഉപാസന എടുക്കണം എന്നൊരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളെ പൂർവ്വജന്മസിദ്ധിയാണ്. ശരിയാണ്. അല്ലാതെ ഒരാൾ അതിലേക്ക് വരില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്ന മാതിരി, അല്ലെങ്കിൽ ഒരു മറ്റുള്ള ബിസിനസ് ചെയ്യുന്ന മാതിരി അല്ല ഇത്. ഒരാൾക്ക് അതിനോടുള്ള അഗാധമായ ഒരു ആഗ്രഹം വരുന്നത് അയാൾ മുൻജന്മത്തിൽ അയാൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടോടാ. അങ്ങനെ ഒരാൾക്ക് സിദ്ധി എന്ന് പറഞ്ഞ സംഭവം ഇയാൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഗുരു ഇയാളെ മുന്നിൽ വരും. ഗുരുവിനെ തേടി നടക്കേണ്ട ആവശ്യമില്ല. വരും. ആ ഗുരുവിനെ കണ്ടുമുട്ടും. അതായത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി പത്രം നമ്മൾ, ആ ഗുരു നമ്മളെ രക്ഷപ്പെടുത്തും. ഗുരു എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റിൽ നിന്നും
അതായത് നല്ല രീതിക്ക് കൊണ്ടുവരുന്ന ഒരാളാണ്. അതെ. അതാണ് യഥാർത്ഥ ഗുരു. അതെ. ആ ഗുരു നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതാണ്. അപ്പോൾ ഈ വാരാഹി വാർത്താളി നല്ല ശക്തിയാണ്, പക്ഷെ പലർക്ക് മിസ്സിങ് വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതെ. ഈ പഞ്ചമി ദിവസങ്ങളിൽ വരാഹിയമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബലം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ സപ്തമാതൃക്കളിൽ ഒരാളായ അഞ്ചാം സ്ഥാനം നമ്മളിപ്പോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്ന സമയത്തും കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ അമ്മയുണ്ട്. അപ്പോ ഈ വരാഹി അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരും ഓം വജ്രഘോഷായ നമഃ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല അത് നമുക്ക് ഉരുവിടാമോ അല്ലെങ്കിൽ ഒരു ഉപദേശം ഇല്ലാതെ നമുക്ക് പറയാമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഡൗട്ടാണ്. കാര്യം ഞാൻ ചോദിക്കാൻ കാരണം, ഇങ്ങനത്തെ വാരാഹി അമ്മയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് ഒരു ഗുരു ഉപദേശം ഇല്ലാതെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ താങ്കൾ പറയുന്നു ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞ് മൂകാംബിക അമ്മയെ പ്രസാദിപ്പിച്ചതിന് ശേഷം വരാഹി അമ്മ ജപിച്ചു കഴിഞ്ഞാൽ വരാഹി അമ്മ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ഓം വജ്രഘോഷായ നമഃ എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾ സാധാരണപ്പെട്ടവർക്ക് ജപിക്കാമോ? അല്ല, സാധാരണ ഇപ്പൊ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതെ, പലരും ജപിച്ചു തുടങ്ങി. ഇനി അവരോട് ജപിക്കരുത് എന്ന് പറയാനും പറ്റൂല. അത് അങ്ങനെ വിഷയമുണ്ട്. കാരണം നമ്മളിത് ജപിക്കരുത് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ടാണ് പലരും കാണുന്നത്. അപ്പം അയാൾ പറയുന്നത് നമ്മളെ രക്ഷപ്പെടുത്താനല്ല, നമ്മളെ നശിപ്പിക്കാനാണെന്നുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ സാറിന് അറിയാമല്ലോ, അതായത് ഒരാൾക്കൊരു നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. ശരിയാ. മോനെ, ഒരു കുട്ടീനോട് അച്ഛൻ പറയാം നീ അങ്ങോട്ട് പോകരുത് എന്ന് പറയുമ്പം ആ കുട്ടിക്ക് എന്താ തോന്നുക, അങ്ങോട്ട് പോയാൽ എന്താണെന്നാണ് തോന്നുക. പോകരുത് എന്ന് പറയുന്നത് അച്ഛൻ അത് അറിഞ്ഞുകൊണ്ടാണ്, അങ്ങോട്ട് പോയാൽ അപകടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞ മാതിരി ഇതിനെ ഉപാസിക്കരുത് എന്ന് പറയാനുള്ള ഒരു കാരണം ഇതിൽ പ്രധാനമുണ്ട്. അത് വ്യക്തമാക്കാം. അതായത് ഈ ദേവിനെ നമ്മൾ കാര്യം ഒക്കെ നമുക്ക് ജപിക്കാം, എങ്ങനെ വേണം ജപിക്കാം, അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വേളയിൽ നമ്മളെ കാര്യങ്ങളെല്ലാം ശരിയായെന്ന് വിചാരിച്ചോളൂ. പിന്നെ അതൊരു ബാധ്യതയാണ് ഈ ദേവി, ഈ ഉപാസകന്. എന്താ കാരണം വെച്ചാൽ നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകത്തിൻ്റെ സ്ഥാനം എന്താ, അത് മൂലയിലാണ്. കാരണം കഥ നമ്മൾ മനസ്സിലാക്കി, പിന്നെ നമ്മൾ ആ പുസ്തകം വായിക്കൂല എന്ന് പറഞ്ഞ മാതിരി ഈ ദേവീനെ എന്തിനാണ് ഇവർ ഉപാസിക്കുന്നത് വെച്ചാൽ, അതായത് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ദേവതേൻ്റെ അടുത്ത് നമുക്ക് കിട്ടാനല്ല, നമ്മളെ കാര്യം നടക്കാനല്ല, നമുക്ക് കടം വീടാനല്ല. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കുടുംബപരമായിട്ടൊരു പ്രിക്കോഷൻ, അതായത് നമ്മൾക്ക് കുടുംബം നല്ല രീതിയിൽ പോകണം, നമുക്കൊരു പ്രശ്നങ്ങളുണ്ടാകരുത്, നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അത് അമ്മ തടുത്ത് മാറ്റണം, രോഗത്തു നിന്ന് രക്ഷ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ആവറേജാണ്. പലരും ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ മറ്റവനെ പണി കൊടുക്കാൻ, അല്ലെങ്കിൽ അല്ല ഞാൻ പറയാണ്, അല്ലെങ്കിൽ നമുക്ക് ഉയർച്ച, ലക്ഷങ്ങൾ കിട്ടാൻ, നമ്മൾക്ക് കോടികൾ സമ്പാദിക്കണം, ഈ ഒരു മൈൻഡോട് കൂടിയിട്ടാവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇത് കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞാൽ, ഇവരെ കാര്യസാധ്യം കഴിഞ്ഞാൽ പിന്നെ ഉപാസനയിലൊന്നുമില്ല. സാറിന് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പോൾ ഈ റൂട്ടിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ എന്താവും, ഇയാൾ പിന്നെ ഉപാസനയിലൊന്നുമില്ല, ഇയാൾ കിട്ടേണ്ടതൊക്കെ കിട്ടി, നേടേണ്ടതൊക്കെ നേടി, ഇനി എന്തിനാ, ഇനി ഒരു വേണ്ട. അപ്പോൾ പലരും ഉള്ളൊരു വിഷയതാണ്. ഇതാണ് തലമുറ നശിക്കുന്നത്. കാരണം നമ്മൾ ഉപാസന എന്ന് പറയുമ്പോൾ അതിൻ്റെ ശക്തിയാവും, ആ ശക്തിയിൽ അത് ചിലർക്ക് കുറച്ചും കൂടി ഇതാവും. ഇത് പൂർവ്വജന്മമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ദേവി പിന്നെ പോകില്ല. ശരിയാ. പിന്നെ അടുത്ത മകനോ അല്ലെങ്കിൽ മക്കൾക്കോ അത് കൈമാറാഞ്ഞാൽ പിന്നെ അത് നാശമാണ്. ഇതൊന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം തരാം, അയാൾ പേടിപ്പിക്കാതെ തരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരിയാ. ഈ വരാഹിയമ്മയെ നമുക്ക് പകൽ സമയം ജപിച്ചുകൂടാന്ന് പറയും, രാത്രി 8 മണിക്ക് ശേഷമാണ് ജപിക്കാവെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുക സത്യാവസ്ഥ? അത് ഇതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ സാറിന് അറിയാലോ, ഇപ്പം നമ്മളെ ഈ മൊത്തത്തിലുള്ള ഈ ദേവതാ വിഷയത്തിൽ ഈ രാത്രി സന്ധ്യ കഴിഞ്ഞതിന് ശേഷമാണ് മിക്ക അമ്പലത്തിലും പരിപാടി ഘോഷമാകുന്നത്. അതായത് ഇപ്പോൾ സാറിനറിയാലോ, ഈ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ കോഴിവെട്ട് കർമ്മം, അതൊക്കെ 18-ാം നായിക 3 പുലർച്ചയ്ക്കാണ് ഇത് കർമ്മം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സമയങ്ങളാണ് ദേവതയ്ക്കുള്ള ചൈതന്യം കൂടുതൽ. ചൈതന്യം മാത്രമല്ല, ഇവരെ വരവ് പോക്ക് എന്ന് പറഞ്ഞ സംഭവം സഞ്ചാരം. കാരണം വെച്ചാൽ പകൽ സമയത്ത് ഇവർ ഉറക്കവും കാര്യങ്ങളാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാട്ടെ ഒരു സമയം വരെ അവിടെ അടച്ചിടും. ശരിയാ. ആ സമയം കഴിഞ്ഞിട്ട് പിന്നെ തുറക്കുള്ളൂ. അതെന്താ വെച്ചാൽ അവർ റെസ്റ്റാണ്. അപ്പോൾ ഈ റെസ്റ്റുള്ള സമയമാണ് ഈ ദേവതയ്ക്ക് പകൽ രാത്രിയാണ് ഇത് ഇറങ്ങുക. ഇത് വിളിച്ചാൽ വരുന്നത്. വരുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാറ്റ് വരുന്ന ആ പ്രകൃതി തന്നെ അതിൻ്റെ ഒരു തരംഗം നമുക്ക് കാണാം, അങ്ങനെ കാറ്റടിക്കുന്നത്.
അങ്ങനെ ആടി ഒലയും. അത് നമ്മളിപ്പോൾ ചോറ്റാനിക്കര ഗുരുതിക്ക് പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. ഗുരുതി സമയത്ത് നമ്മൾ മേളിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ എല്ലാ ഗുരുതിക്കും കാണാം. അതെ അതെ, അത് ഒരു പ്രത്യേകത തന്നെയാണ്. അത് പ്രകൃതിയായിട്ടുള്ള ഇതാണ് സംഗതി. അപ്പോൾ ആ ഒരു വിഷയം കൊണ്ടാണ് ഇങ്ങനെ പകല് പാടില്ല. കാരണം പകലിന് പ്രത്യേകിച്ച് പകലിന് വലിയ റെസ്റ്റാണ്. ആ സമയത്ത് ഇവർ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. എന്നാൽ പകല് ജപിക്കേണ്ട ദൈവങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്. അത് ഉത്തമത്തിൽപ്പെട്ട ഇതെന്താ വെച്ചാൽ കുറച്ച് രൗദ്രഭാവത്തിലായതുകൊണ്ട് ഒരു പവർഫുള്ളാണ്. പക്ഷേ ഈ പവർഫുൾ എന്താ വെച്ചാൽ നമ്മൾ ബോഡി അത് താങ്ങണം, അങ്ങനെ വിഷയം. കാരണം വെച്ചാൽ ഇതിൻ്റെ പൂർണ്ണ മന്ത്രമുണ്ട് സാറേ. ഈ പൂർണ്ണ മന്ത്രം ഒരു 3 പ്രാവശ്യം ജപിച്ചാൽ മതി. ഇതിൻ്റെ പൂർണ്ണ മന്ത്രം. ഈ പൂർണ്ണ മന്ത്രം ഒന്നും ആരും ഇതുവരെ പറഞ്ഞു കൊടുത്തില്ല. കാരണം വെച്ചാൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുനടക്കാൻ പ്രാപ്തി ഇല്ലാത്തവരാണെങ്കിൽ ആകെ പറഞ്ഞു കൊടുത്തവർക്ക് അതിൻ്റെ ദോഷം വരും. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു കൈമാറിക്കഴിഞ്ഞാൽ ആ കൈമാറുന്ന ആളെടുത്താണ് ഇതിൻ്റെ അപാകത. എന്തായാലും സന്തോഷം. ഈ പറയുന്ന വരാഹി അമ്മയുടെ കുറിച്ചുള്ള എന്താ പറയുക, വളരെ വിലപ്പെട്ട ഇൻഫർമേഷൻസ്. സാധാരണ രീതിയിൽ ഉപാസന അല്ലെങ്കിൽ ദേവതാ സങ്കല്പം എന്നൊക്കെ പറയുന്നത് ഒരു ഗുരു ഉപദേശത്തോടു കൂടി പോകേണ്ട ഒന്ന് തന്നെയാണ്. പൂർണ്ണമായിട്ടും ചില സാധകന് ചില മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ബോഡിയിലെ എനർജി താങ്ങാൻ കഴിയില്ല. അതെ, കാരണം വെച്ചാൽ ഇതിനൊരു വിഷയമുണ്ട് സാറേ. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഗുരുവിനോട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. ശരിയാ, അതാണ്. നേരെ വെച്ചാൽ നമുക്ക് ആരോട് ചോദിക്കും? എന്ത് കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടു. അതെ, ഇത് ചെയ്യുന്നത് തെറ്റാണോ, ഇത് ശരിയാണോ ഒന്നും നമുക്കറിയില്ല. അറിവില്ലായ്മയാണല്ലോ. അപ്പോൾ അത് ഒരു ഗുരുവിനോട് ചോദിക്കുക, അങ്ങനെ ഒരു വിഷയമുണ്ട്, എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആ വഴിക്ക് പോകാം. അത് ഇനി അദ്ദേഹം പറഞ്ഞ തെറ്റാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത. ശരിയാ. എന്തായാലും സന്തോഷം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. വരാഹിയമ്മയെ ഉപാസിക്കുന്നവർ പൂർണ്ണമായിട്ടും ഒരു ഗുരു ഉപദേശത്തോടു കൂടി ഈ സപ്തമാതൃക്കളിൽ 5ാം സ്ഥാനം നിൽക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള വരാഹിയമ്മയെ ഗുരുവിൻ്റെ ഉപദേശത്തോടു കൂടി മാത്രം ചെയ്യുക. അറിയാതെ നമ്മളൊരു എന്താ പറയുക സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.